ഇ ഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് പോകാൻ പറ്റില്ല സാറേ, എനിക്ക് വഴിയറിഞ്ഞൂടാ സാറേ. ഞാൻ പാവപ്പെട്ട ജീവിത, എനിക്ക് ഈ മുഖ്യമന്ത്രിനെയൊക്കെ തിരക്കി പോകാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതെന്ത് ന്യായമാണ്? കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാലക്കുടയിൽ നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വീണ്ടും വിവാദത്തിലെത്തിയിരുന്നു. സംവാദത്തിൽ വെച്ച് ഇരിഞ്ഞാലക്കുട പൊറുത്തിശ്ശേരി സ്വദേശിനിയായ ആനന്ദവല്ലി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്ന് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സുരേഷ് ഗോപി വീണ്ടും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനാകില്ല എന്നും ആനന്ദവല്ലിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നതും വലിയ വിവാദമായിരുന്നു. അവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, കോപ്പറേറ്റിലെ കാശ് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, കോപ്പറേറ്റിലെ കാശിന് DDDKയിൽ ചെല്ലുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുക്കെ കാണാൻ പറഞ്ഞു. അല്ലാതെ വേറൊന്നും പറഞ്ഞൊന്നുമില്ല. വേറെ ഒരു നല്ലൊരു വാക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് നമുക്കും ലഭിച്ചില്ല. ഞാനും അങ്ങോട്ട് പിന്നെ ചോദിക്കാൻ ആൾക്കാരൊക്കെ കൂടി കൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റിയില്ല. സംസാരത്തിന് ഇടയ്ക്ക് എന്നാൽ എൻ്റെ നെഞ്ചത്ത് കയറി കൊള്ളാനൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായില്ലേ? അത് ഞാൻ കേട്ടില്ല. നെഞ്ചത്ത് കയറുന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ DDDK ചെല്ലുന്നു. ചേച്ചിക്ക് മറ്റേ കരുവന്നൂർ ഡെപ്പോസിറ്റ് ഉണ്ടോ? എത്ര രൂപയുണ്ട്? എനിക്ക് 1.25 ലക്ഷം രൂപയുണ്ട് അവിടെ ഇപ്പം കിന്നി കിട്ടാനുള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ജയിച്ചപ്പോഴത്തേക്ക് നമുക്കത് എല്ലാവർക്കും അത് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ചെന്ന് ചോദിച്ചതാ. പുള്ളീനെ കണ്ട ആ സന്തോഷത്തിൽ പോയി ചോദിച്ചതാ. അദ്ദേഹത്തിന്റെ പരാമർശം വിഷമമുണ്ടാക്കിയോ? എനിക്ക് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കിട്ടിയില്ലല്ലോ. പിന്നെ ഒരു നല്ലൊരു അത് കിട്ടുമെന്നുള്ളൊരു നല്ലൊരു വാക്കും പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അത്രയേ ഉള്ളൂ. അത് ഞാൻ ചോദിച്ചതല്ലാതെ ഇങ്ങനെ പുള്ളി പറഞ്ഞത്, നിങ്ങൾ DDDK ചെല്ല്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെല്ല്. എനിക്ക് അവിടെ എങ്ങും പോകാനുള്ള കഴിവുമില്ല, പ്രാപ്തിയില്ല. നമ്മൾ മുന്നിൽ കാണുന്ന ഒരു മന്ത്രിയുടെ അടുത്ത് നമ്മൾ ഈ കാര്യം മുമ്പിൽ വന്ന ഒരു മന്ത്രിയല്ലേ. അപ്പം ഞാൻ അത് ഉദ്ദേശിച്ചാ ചോദിച്ച. അപ്പോഴാണ് പുള്ളിയുടെ വർത്താനം ഇങ്ങനെ വന്നത്. അല്ലാതെ ഞാനുമായിട്ടും അങ്ങനെ വലിയ സംസാരം അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ആളുകൾ ഇതിനോടൊക്കെ ഇങ്ങനെ പ്രതികരിച്ചേ? അവിടെ നിന്ന് ആൾക്കാർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ സഹായം പുള്ളി പറഞ്ഞ് അത് എഴുതി കുത്തിപ്പോയി. എൻ്റെ ഒരു വാക്ക് മാത്രം എഴുതിയില്ല, പറഞ്ഞുമില്ല. അതിനുള്ള ഇത്രയും പറഞ്ഞു DDK ചെല്ല. ഞാൻ DDDK എവിടെ പോകാനാ? കരുവന്നൂർ ബാങ്കിൽ എന്നാണ് ചേച്ചി പൈസ ഇട്ടത്? ഞങ്ങൾ വളരെ കാലമായി, ഒരു 5-10 കൊല്ലമായി അവിടെ കാശ് കുറേശ്ശെ നിക്ഷേപിച്ച. 1.5 ലക്ഷത്തോളം ഉണ്ടല്ലോ. അതിൽ കൂടുതലുണ്ടായിരുന്നു. 1.5 ലക്ഷം ഇപ്പം കിടക്കണത്. അതിൽ കൂടുതലുണ്ടായിരുന്നു. 5-10 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് അന്നൊക്കെ കിട്ടി. പിന്നെ പോയി ഉറക്കം നിന്നൊക്കെയാണ് മേടിച്ച ഈ 50,000 അങ്ങനെയൊക്കെ കിട്ടി. ഇനി ബാക്കിയുള്ള തുകയാണ് ഈ 1.25 ലക്ഷം കിടക്കണത്. അതിനാണ് ഞാൻ ചെന്ന് സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ. ഈ വാർഡിൽ നിന്ന് ജയിച്ച ആളല്ലേ. അപ്പം അന്ന് അങ്ങേര് വോട്ടിന് വന്നപ്പോൾ എന്നെ ജയിപ്പിച്ചാൽ ഈ കോപ്പറേറ്റിലെ കാശ് എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. ആ ഒരു കേട്ട സന്തോഷത്തിന് പോയി ചോദിച്ചതാ. അല്ല, പുള്ളി നമ്മളുമായിട്ട് യാതൊരു വിരോധമില്ല. വളരെ കാലം മുമ്പ് തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ സുരേഷ് ഗോപി വിളിക്കുക അങ്ങനെ ചെയ്തിരുന്നു? ഒന്നുമില്ല, വിളിച്ചില്ല. പിന്നെ ആ കുറിച്ച് വർത്താനം വന്നില്ല. ഞാനിങ്ങനെ വീട്ടുപണിക്ക് പോണ ആളാ. അത് കാരണം എനിക്കിതിന് നേരമില്ല. വല്ല നേരം വെളുക്കുമ്പോൾ പോകും, വൈകുന്നേരം. ഇന്നലെ CPM-ന്റെ ആരെങ്കിലും വന്നിരുന്നു ഇവിടെ? CPM-ന്റെ കുറച്ച് പിള്ളേരൊക്കെ വന്നു. അവർ ഈ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് തിരിച്ചു തരാനൊന്നും ആരും പറയണില്ല. ഇത്രയും കാശില്ലേ. അതുകൊണ്ട് കോപ്പറേറ്റീവുകാരുടെ കയ്യിൽ അത്രയും കാശ് അവിടെ തരാനില്ല. എനിക്കിച്ചിരി കുറേശ്ശെ കിട്ടിയാൽ മതി. എല്ലാ മാസവും മരുന്ന്. ഞാനിപ്പോൾ സുഖമില്ലാതെ വരികയെ, ഒരു തലകറക്കമൊക്കെ പിടിവിട്ട് മരുന്നിനൊക്കെ ഇച്ചിരി കാശ് വേണം. അപ്പം ഇങ്ങനെ ഇപ്പോഴും പണിക്ക് പോയിട്ടാണ്
ഈ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണത്. അപ്പം ഒരു 10,000 രൂപയെങ്കിലും കിട്ടാൻ മാർഗം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചെന്നതാ. എന്തായാലും സുരേഷ് ഗോപിയുടെ പരാമർശം വേദനിപ്പിച്ചു. അത് വേദനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് മേടിച്ച് തരാം, അല്ലെങ്കിൽ ഞങ്ങളവിടെ പറയാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല. ആ ഒരു സങ്കടം നമ്മളിത്രയും കാലം സിനിമയിലും ഒക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം അത്രേ ഉള്ളു. ഞാൻ ചോദിച്ച ആ വാക്കിന് ഒരു ചേച്ചി അത് ഞങ്ങൾ പറയാം എന്ന് ആ സാറ് പറയേണ്ടതായിരുന്നു. ആ സാറ് പറഞ്ഞില്ല. പിന്നെ അതിന് ചോദിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വയസ്സായ ഒരാൾ വന്ന് അയാളുടെ ഭാര്യയും ഈ കോപ്പറേറ്റിലെ കാശ് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കയറി. അത് കാരണം ആ പുള്ളി വർത്താനം പറഞ്ഞ കാരണം എനിക്ക് മുഴുവനും പറയാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. ഏതായാലും ചേച്ചിക്ക് അതൊരു വിഷമമുണ്ടാക്കി. അത് വാങ്ങിച്ചു വെക്കുകയോ എന്തെങ്കിലും ശ്രമം നടത്താമെന്ന ഒരു പരാമർശം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എങ്കിൽ പോലും അത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ചേച്ചി സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വന്നത്. അത് ഉണ്ടായില്ല എന്നുള്ള ദുഃഖം ആനന്ദവല്ലി അവർ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.